സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. മഹത്വമുള്ള യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാരിക്കുമോർ. ദീർഘദർശിമാരുടെ വനസ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രയേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തിയായി യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ പോലെ സന്തപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നുവെന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ വിളിച്ചുപേക്ഷിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കുമെന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. ബാരിക്കുമോ. സ്വർഗാധിപതി ദേവാ നിന്നുടയ ലയമതിനുൾ ഊകിയാൻ സിംഹാസന സവിധേ വന്ദിപ്പൂ. ലംഘനമെല്ലാം മോചിച്ചൻ പാപമശേഷം മാകേണം. ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതി ത്യാഗണമേ. അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു. കൈക്കൊള്ളുക മൽക്കിസദേക്കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാകേണമേ. നാഥാ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമതായി എന്നങ്ങേയ്ക്കായി നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോ. അഖില ജനസവിധം ഞാനെൻ നേർച്ചകൾ നിറവേറ്റും നാഥാ. ആവേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രാഹാം തൻ
മാമോദീസ് നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാതാ പരിശുദ്ധന്മാതൻ പ്രാർത്ഥനയാൽ കൃപ ചെയ്യുക. സ്വർഗപിതാവിൻ നീനസുതൻ വചനമതാമൃതിരഹിതൻ നീ നാഥാ നൃപതേ ദേവാനിൻ സ്തുതി പാടി പുകഴ്ത്തിടാം ഞാൻ. നിൻ കൃപയാൽ നീ മരുകുലമഖിലം രക്ഷയ്ക്കും ജീവനുമായി വന്നോർ നീയേ. മഹിമയേഴും പരിപാവന കന്യാ ദൈവജനനി മറിയാമിൽ നിന്നുരുവായി ജനമേറ്റോ നീയേ. ഭേദമനന്യേ മനുജനുമായി നീ മിശിഹാനാഥ ഞങ്ങൾക്കായി നീ ക്രൂശിതനായി. തവ മൃതിയാൽ പ്രതിയെ നിഹനിച്ചോ നീ. അതിപാവനമാം ത്രിത്വത്തിൽ ഒരുവൻ നീയേ. താരനോടും തൻ റൂഹായോടും ഒരുപോ ആരാധ്യൻ സ്തുത്യനുമാം നാഥ ഇവനേ. കൃപ തോന്നേണമേ. കാദിശ ഹൈസോനോ കാദിശ ലോമോയുസോ ദസ്രബ് ഹൈലോപായി ഇസ്രാഹാമിയ. കാദിശ ഹൈസോനോ കാദിശ ലോമോയുസോ ദസ്രബ് ഹൈലോപായി ഇസ്രാഹാമിയ. കാദിശ ഹൈസോനോ കാദിശ ലോമോയുസോ ദസ്രബ് ഹൈലോപായി ഇസ്രാഹാമിയ. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർ പോയി. ഭൂവിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ
സീമയതോളം നല്ലേവൻഗേലിയോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻഗേലിയോ കൈക്കൊള്ളുവോർക്കയും ഭാഗ്യമേതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. A reading from the Epistle of the Holy Apostle James, Barkmore. ശ്ലീഹന്മാരുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Indeed, someone might say, you have faith and I have works. Demonstrate your faith to me without works, and I will demonstrate my faith to you from my works. You believe that God is one. You do well. Even the demons believe that and tremble. Do you want proof, you ignoramus, that faith without works is useless? Was not Abraham our father justified by works when he offered his son Isaac upon the altar? You see that faith was active along with his works, and faith was completed by the works. Thus the scripture was fulfilled that says, Abraham believed God, and it was credited to him as righteousness, and he was called the friend of God. See how a person is justified by works, and not by faith alone. And in the same way, was not Rahab the harlot also justified by works, when she welcomed the messengers and sent them out by a different route? For just as a body without a spirit is dead, so also faith without works is dead. Barkmore. പൗരസ്ലീഹ ധന്യൻ ചൊൽകേട്ടേ ഇദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച ആരവനെങ്കിലും മാതൂതൻ താനേൽക്കും സബദൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. A reading from the Epistle of the Holy Apostle Paul to the Colossians. Barkmore. ശ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. And you who once were alienated and hostile in mind because of evil deeds, he has now reconciled in his fleshly body through his death, to present you holy, without blemish, and irreproachable before him, provided that you persevere in the faith, firmly grounded, stable, and not shifting from the hope of the gospel that you heard, which has been preached to every creature under heaven, of which I, Paul, am a minister. Now I rejoice in my sufferings for your sake, and in my flesh I am filling up what is lacking, in the afflictions of Christ on behalf of his body, which is the church, of which I am a minister in accordance with God's stewardship given to me to bring to completion for you the word of God, the mystery hidden from ages and from generations past. But now it has manifested to his holy ones, to whom God chose to make known the riches of the glory of this mystery among the Gentiles. It is Christ in you, the hope for glory. Barkamor. Hallelujah, hallelujah. സ്തുതിയാഗങ്ങളണച്ചിടുവിൻ. കർത്തൃ
വായിക്കപ്പെടുന്ന കർത്താവേശുമിശിഹായുടെ വിശുദ്ധേവൻ കേലയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ യോഗ്യരാക്കി തീർക്കട്ടെ. ബാറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി യേശുവിനെ സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്ത് അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ഭൃത്യന് രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കൊതിയരായ പരിസേർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അവരവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. കാലാന്തി മയ്യൽ സമയം നാഥൻ വരുമേ, കാണാറാകും താനപ്പോൾ മേഘത്തിനുള്ളിൽ. ശോഭിക്കും കുരിശടയാളം നാനാദിശയിൽ, തൻ മുൻവരുമേ ഗോത്രങ്ങൾ വിധിയെ പാരായി. മോദിക്കും ദിവ്യ സ്നേഹന്മാർ. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്ലേശിച്ചിടും ദുഷ്ടന്മാർ കാവ്യന്മാരഖിലം. അഭിവന്യ പിതാവേ, പ്രിയ നബിയച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. അതുപോലെ തന്നെ സഭയിലെ വചനവർഷത്തിൻ്റെ ഔപചാരികമായ തുടക്കം നമ്മുടെ എപ്പാർക്കിയിൽ ഇന്ന് ആരംഭിക്കുകയാണല്ലോ. അനുഗ്രഹീതമായ വചനവർഷത്തിൻ്റെ അനുഭവം ആദ്യമേ തന്നെ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മി താങ്ക് Bishop Stepanos and Nobiachan for inviting me to celebrate this Holy Eucharist today with you all. It is an amazing experience for me. Amazing experience in the sense I am also a diaspora bishop as your bishop is. I am the diaspora bishop of North India. കേരളത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ജോലി തേടി സർക്കാർ ജോലി ലഭിച്ച് പട്ടാളത്തിലൊക്കെ ജോലി ലഭിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോയ ആളുകളുടെ ഇടയിലാണ് നമ്മുടെ ബാക്കി കേരളത്തിലെ മലങ്കര കമ്മ്യൂണിറ്റി സ്റ്റാർട്ടഡ്. ആൻഡ് ദ ഡയസിസ് ഓഫ് ഗുഡ്ഗാവ് ആൻഡ് ദ ഡയസിസ് ഓഫ് പൂന ഈസ് ആക്ച്വലി എ ഡയസ്പറ ഡയോസിസ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് ദ സെയിം എക്സ്പീരിയൻസ് ഇവിടെ ഉള്ളത് തന്നെയാണ് എനിക്കും ഉള്ളത്. നൗ ഐ കെയിം ആക്ച്വലി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോഴ്സ് ഫോർ ദ ന്യൂ ബിഷപ്സ് ഇൻ റോം. അതിൻ്റെ കൂട്ടത്തിൽ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി. On September 8th, I celebrated my Mass, Holy Mass
8 നോയമ്പിൻ്റെ കുർബാന ഞാൻ ദോഹയിലാണ്, ഖത്തറിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. Then before the days, I also had the chance to celebrate my Eucharist with our Italian community in Rome, with our Austrian community in Vienna, and also with the German community in Mannheim. And today, with the American community here in New York. അതുകൊണ്ട് ദോഹയിൽ തുടങ്ങി ഈ ന്യൂയോർക്ക് വരെ വരുമ്പോൾ നമ്മുടെ ഡയസ്പൊറ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത്രയധികം ആളുകൾ വളരെ മനോഹരമായ രീതിയിൽ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതായ അവസരത്തിൽ അതെന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഞാൻ ആദ്യമേ തന്നെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ടുഡേ വി ആർ ഇനോഗ്രേറ്റിംഗ് ദ ഇയർ ഓഫ് ദ ബേർഡ് ഇൻ അവർ എപ്പാർക്കി. നമ്മുടെ പുനരൈക്യത്തിൻ്റെ ശതാബ്ദിക്ക്, സെൻറ്റിനറിക്ക് ഒരുക്കമായിട്ട് നമ്മൾ വചനവർഷം ആരംഭിച്ചുകൊണ്ടാണ് വി ആർ സ്റ്റാർട്ടിങ് അവർ റിന്യൂവൽ ഇൻ ദ ചർച്ച്. യഥാർത്ഥത്തിൽ ഈ വചനവർഷം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിനകത്ത് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ ലിറ്റർജിക്കൽ സീസൺ അനുസരിച്ച് ഇപ്പോൾ സീസൺ ഓഫ് നമ്മുടെ ഇതിൻ്റെ ശ്ലീബ കാലഘട്ടമാണല്ലോ. ശ്ലീബ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? ദാറ്റ് ഈസ് എ 7th സീസൺ ഓഫ് അവർ ഇയർ. ഈ 7th സീസണിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും വാട്ട് വി റിമെമ്പർ ഈസ് അവർ ഇറ്റേണൽ ലൈഫ്. ശ്ലീബ കാലഘട്ടത്തിൽ കുരിശിൻ്റെതായ ഓർമ്മകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇറ്റേണൽ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വെൻ വി ലുക്ക് അറ്റ് അവർ വീക്ക്ലി സൈക്കിൾ, നമ്മൾ സൺഡേയിൽ ആരംഭിച്ച് സാറ്റർഡേയിൽ തീരുന്നു. സാറ്റർഡേയിൽ നമ്മൾ പർട്ടിക്കുലറായിട്ട് ആലോചിക്കുന്നത് എന്താ, പർട്ടിക്കുലറായിട്ട് ചിന്തിക്കുന്ന ഏത് വിഷയമാണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ ഡിപ്പാർട്ടഡ് സോൾ. മരിച്ചവരെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ആൻഡ് വെൻ വി കം ടു ഡെയിലി സൈക്കിളിലും ഇത് തന്നെയാണ്. 7 യാമങ്ങളിലാണ്, 7 ടൈമിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ നടക്കുന്നത്. ദ 7th ടൈം ഈസ് ദ 9th അവർ എന്ന് പറയുന്നു. ആ 9th അവറിൽ പ്രാർത്ഥിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടിയാണ്. വാട്ട് ഐ വാണ്ട് ടു സേ, നമ്മുടെ ഡെയിലി സൈക്കിൾ, വീക്ക്ലി സൈക്കിൾ ആൻഡ് ആനുവൽ സൈക്കിൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് മൂന്നും കൾമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തെക്കുറിച്ച്, ഇറ്റേണൽ ലൈഫിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ആരംഭിക്കുന്നത് എവിടെയാണ്? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ബാപ്റ്റിസം. നോ, ബാപ്റ്റിസത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകൻ അല്ലെങ്കിൽ മകൾ നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. ഇറ്റേണൽ ലൈഫിലേക്കാണ് മുദ്രകുത്തപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇറ്റേണൽ ലൈഫ് നമ്മൾ ആരംഭിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ചിന്ത ആരംഭിക്കുന്നത് ഇറ്റ്സ് ഓൾറെഡി ഫ്രം ബാപ്റ്റിസം. ആൻഡ് ഇറ്റ് കൾമിനേറ്റ്സ് ഓൾസോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് വി ആർ തിങ്കിങ് അബൌട്ട് ദി ഇറ്റേണൽ ലൈഫ്. ഈ ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഹെവൻലി ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആ ലക്ഷ്യത്തിലേക്ക് സഹായകമായ വിധത്തിലാണ് നമ്മുടെ വിശ്വാസ ജീവിതം മുഴുവൻ പോകുന്നത്. ഈ ശ്ലീബ കാലഘട്ടത്തിലെ ഓരോ ഞായറാഴ്ചകളിലും വായിക്കുന്ന വായനഭാഗം എന്ന് പറയുന്നത് ഈ നിത്യജീവിതത്തെക്കുറിച്ച് നമ്മെ ചിന്തിക്കുവാൻ സഹായിക്കുന്നതായ വേദഭാഗങ്ങളാണ്. ദ ലാസ്റ്റ് സൺഡേ ഓഫ് ദ സീസൺ വി റീഡ് അബൌട്ട് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അതോടുകൂടിയാണ് ഇത് തീരുക. അപ്പോൾ നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് 2 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ലൂക്കോസ് സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. വാട്ട് ഈസ് ദാറ്റ് കോൺഫ്ലിക്റ്റ്? നന്മ ചെയ്യുവാനുള്ളതായ ഒരു ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ തിന്മ ചെയ്യുവാനുള്ളതായ ഒരു ആഗ്രഹവും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ തിന്മ ചെയ്യുവാൻ, അതായത് ഒരു സേവകന് 2 പേരെ എപ്പോഴും പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഒരു യജമാനനെ 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സമയത്ത് തന്നെ നന്മയും തിന്മയും ചെയ്യുവാൻ സാധിക്കുകയില്ല. തിന്മയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ നാച്ചുറൽ ഇൻക്ലിനേഷൻ ഇൻ ഓൾ ഓഫ് us. എപ്പോഴും നമുക്ക് തിന്മയിലേക്കുള്ള ഒരു ചായ്വുണ്ട്. ശരിയല്ലേ? കുട്ടികളോട് പഠിക്കുവാൻ പറഞ്ഞാൽ വിൽ ദേ ബി ഹാപ്പി? ആർ യു ഓൾ ഹാപ്പി ടു സ്റ്റഡി ഓൾവേസ്? ജനറലി നോട്ട്. നോ, വി വാണ്ട് ടു പ്ലേ, വി വാണ്ട് ടു എൻജോയ്. പക്ഷെ പേരൻസ് എന്താ നമ്മളോട് പറയുന്നത്? ഗോ ആൻഡ് സ്റ്റഡി. ദാറ്റ്സ് വാട്ട് ദ ടീച്ചേഴ്സ് ഓൾസോ സേ ദ സെയിം. നോ, അവരെല്ലാവരും നമ്മളോട് പഠിക്കുവാൻ പറയുമ്പോൾ നാച്ചുറൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് കളിക്കാനാണ് എങ്കിൽ, എൻജോയ് ചെയ്യാനാണ് എങ്കിൽ, അതോടൊപ്പം തന്നെ ഒരു മോറൽ ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. ദിസ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് അവർ ലൈഫ്. അപ്പോൾ വചനമെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഹെൽപ്സ് us ടു ലിസൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. നാച്ചുറൽ ഇൻക്ലിനേഷൻ നമുക്കുണ്ട് എങ്കിലും ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തോട് കൂടി ആയിരിക്കുവാനാണ്. ആ ദൈവത്തോട് കൂടി ആയിരിക്കുവാനുള്ളതായ സന്ദേശമാണ് വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്.
അത് വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. വചനവർഷത്തിൽ നടക്കേണ്ടത് എന്ന് പറയുന്നത് ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് കേൾക്കുക, അത് മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നതായ ജീവിതം. അതേസമയത്ത് അത് സാധിക്കാത്തതായ ആളുകൾ എപ്പോഴും തിന്മയെ സേവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്ന് പറയുന്നതായ ഒരു കാര്യമാണ് നാം കാണുക. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനമെന്ന് പറയുന്നത് എന്താണ്? നിയമം പാലിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ വായിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിലെ കഥ എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രമാണ്. രക്ഷാകര ചരിത്രം, സാൽവേഷൻ ഹിസ്റ്ററി. അപ്പോൾ ഈ സാൽവേഷൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം ഒരു ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായ ഒരു ഹിസ്റ്ററിയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. അവിടെ നൊമാഡ്സ് ആയിരുന്നതായ ഇസ്രായേൽക്കാർ തിന്മയിലേക്കുള്ള നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. അവരെ ഒരു ഡിവൈൻ വേയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ചരിത്രമാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. മോശ ഒരു ഈജിപ്തുകാരനെ കൊന്നു. ആ ഈജിപ്തുകാരനെ കൊന്ന മോശയാണ് ഓടിപ്പോകുന്നത്. ആ ഓടിപ്പോയ മോശയുടെ അടുക്കലേക്കാണ് ദൈവം വരുന്നത്. ആ ദൈവം മോശയെ വിളിച്ചതിന് ശേഷം എന്ത് ഏൽപ്പിച്ചു? കൽപ്പനകൾ ഏൽപ്പിക്കുന്നു. കൊന്നയാളോട് പറയുകയാണ് ഇനി കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉൾപ്പെടെയുള്ളതായ കൽപ്പനകൾ മുഴുവൻ മോശയെ ഏൽപ്പിക്കുക. അപ്പോൾ ഈ ഇസ്രായേൽക്കാർ മോശ വഴിയായിട്ട് കൽപ്പന ലഭിച്ചപ്പോൾ ആ കൽപ്പനയിലൂടെ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. പഴയ നിയമ ചരിത്രം മുഴുവൻ അതാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത് നിയമത്തിലെയോ പ്രവാചകന്മാരിലെയോ ഒരു വാക്കുപോലും കടന്നു പോവുകയില്ല എന്ന് പറയുമ്പോൾ ആ നിയമത്തിലും പ്രവചനത്തിലും പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ യേശു പറയുകയാണ് ഞാൻ വഴിയും സത്യവുമാണ് എന്ന്. ഐ ആം ദ വേ ആൻഡ് ഐ ആം ദ ട്രൂത്ത്. യേശുവിനെ അനുസരിക്കുന്നവൻ, യേശുവിനെ ജീവിതം നയിക്കുന്നതായ ആളുകളുടെ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നതായ ഒരു ചരിത്രമാണ് പുതിയ നിയമത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പൗലോസ് ലീഹായിലേക്ക് വരുമ്പോഴോ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എന്ന് പറയുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെയാണ്. അതനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നു എന്ന് പറയുന്നതായ ഒരു ജീവിതം. അപ്പോൾ പഴയ നിയമത്തിൽ നിയമം അനുസരിച്ച് ജീവിക്കുവാൻ നമ്മളോട് പറയുന്നു. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വഴികളിലൂടെ ജീവിക്കുവാൻ നമ്മളോട് പറയുന്നു. അതേസമയത്ത് സഭയുടെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് പോലെ ജീവിക്കുവാനായിട്ട് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, വചനവർഷത്തിലേക്ക് വരുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നതാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുക. വി ആർ ഓൾവേസ് റീഡിങ് ദ ബൈബിൾ, നോ? ബൈബിൾ ഈസ് ഓൾറെഡി റിട്ടൺ സം 2000 years ബാക്ക്. ആ വചനമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ വചനം വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമ്മളോട് സംസാരിക്കുന്നു. വചനം വായിക്കുമ്പോൾ ഒരു കഥ വായിക്കുന്നത് പോലെയാണോ നാം വായിക്കുക? കഥയാണ് വായിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം, യേശു പ്രവർത്തിച്ച കാര്യം, പൗലോസ് ലീഹ പറഞ്ഞ കാര്യം, ഇതാണ് നാം വായിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗോഡ് ഈസ് ടെല്ലിംഗ് ടു us സംതിങ്. എന്താണ് ആ പറയുന്നത്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മളോട് പറയുന്നു എന്ന് പറയുന്നതാണ്. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയുമല്ല ഇവിടെ പ്രയോഗിക്കുന്നത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുകയും ആ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുമ്പോൾ വചനം നിങ്ങളോട് പങ്കുവെക്കുന്നു എന്ന് പറയുന്നതായ ഒരു അനുഭവം. When we reread the Bible, when we read the Bible, God is speaking to us. അങ്ങനെ ദൈവം നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ റിന്യൂവൽ ഉണ്ടാവുക. If we cannot listen to the word of God, then what happen? We live as per the natural instincts. നമ്മുടെ ആഗ്രഹമനുസരിച്ച് പോവുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് നാം വായിക്കുന്ന അവസരത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് ആരെയാണ് പ്രവേശിപ്പിക്കുന്നത്? ഈ എളിയവരിൽ ഒരുവനെ ഇത് ചെയ്തവർക്കുള്ളതാണ് ദൈവരാജ്യം. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവരെ കരുതുമ്പോൾ ദൈവരാജ്യം നമുക്ക് ലഭിക്കുകയാണ്. ദൈവരാജ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ ദൈവരാജ്യത്തെ സമ്പാദിക്കുവാനായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോഗ്രഷൻ നമ്മളുണ്ടാകണം. ഒരു യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? വാട്ട് വാസ് ദി ആൻസർ?
Jesus asked him to obey the commandments. And what was his response? I am doing that. അങ്ങനെയാണ് എങ്കിൽ നിനക്ക് ഒരു കുറവുണ്ട്. ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതിന് ശേഷം എന്നെ അനുഗമിക്കുക. കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവൻ കൂടുതൽ പെർഫെക്റ്റ് ആകണമെങ്കിൽ, ദൈവരാജ്യത്തിൽ വരണമെങ്കിൽ, ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമായിട്ടും എന്താണ് വരുന്നത്? യു ഫോളോ മീ. യേശുവിനെ അനുധാവനം ചെയ്യുക, യേശുവിനെ പിന്തുടരുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സഭയിൽ ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആ നവീകരണം ഉണ്ടായാൽ, വചനവർഷത്തിലൂടെ നവീകരണം ഉണ്ടാകുവാൻ ആവശ്യപ്പെടുമ്പോൾ സഭയിലെ ഓരോരുത്തരോടും പറയുന്നതായ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ: എബൈഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ജീവിക്കുക, വചനം വായിക്കുക, ആ വചനത്തെ സ്വാംശീകരിക്കുക, വചനത്തെ അറിയുക, മനസ്സിലാക്കുക, ആ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. പ്രിയ സഹോദരങ്ങളെ, വചനവർഷത്തിൻ്റെ ഔപചാരികമായ തുടക്കം നമ്മുടെ പാർക്കിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഭയുടെ നവീകരണത്തിന് സഹായകമായ വിധത്തിൽ എങ്ങനെ വിശ്വാസ ജീവിതം കുറേ കൂടി ശക്തമായിട്ട് ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഐ ആം ഓൾസോ എ ഡയസ്പ്ര ബിഷപ്പ്. ഡയസ്പ്ര മിഷനിൽ വരുമ്പോൾ മലങ്കര സഭയുടെ വളർച്ച എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അമേരിക്കയിൽ നമുക്കൊരു പ്രേക്ഷിത ദൗത്യമുണ്ട്. എന്താണ് പ്രേക്ഷിത ദൗത്യമെന്ന് ചോദിച്ചാൽ, അവർ മിയർ പ്രസൻസ് ഹിയർ ഇൻ ന്യൂയോർക്ക്, ലിവിങ് ജോയ്ഫുള്ളി എൻജോയിങ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ലൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ പറയാതെ പറയുകയാണ്, ഞങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരാണ് എന്ന്. മലങ്കര സഭയിലുള്ളതായ നമ്മുടെ ജീവിതം വഴിയായിട്ട് സുവിശേഷത്തിൻ്റെതായ ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായ ഒരു ജീവിതം കൂടിയാണ് നയിക്കുക. നമ്മുടെ കുട്ടികൾ, യങ്സ്റ്റേഴ്സ്, ഓൾ ആർ പ്രസൻറ്റ് ഹിയർ. വി ആർ ഓൾ ഹാപ്പിലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അവർ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസ്. അതിലൂടെ ആ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് വഴിയായിട്ട് നമ്മൾ സുവിശേഷത്തിൻ്റെ വാക്താക്കൾ കൂടിയാവുകയാണ്, സുവിശേഷത്തിൻ്റെ പ്രചാരകർ കൂടിയാവുകയാണ്. അതുകൊണ്ട് തന്നെ വചനവർഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വചനം കടന്നു വരുമ്പോൾ വചനം നമ്മളെ റിന്യൂ ചെയ്യുകയും ആ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ട കൃപയ്ക്കായിട്ട്, അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. Barkimur stomen kalos. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണാവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യന്റെ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദിന്റെ പുത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിന് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമാവുകയും ചെയ്ത ജീവനുള്ള അപ്പമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ബാറിക്കുമോർ കാരണവനായ കർത്താവിനും ഭാഗ്യം, പുണ്യം നൽകുന്ന ബലിപീഠത്തിനും ഭാഗ്യം, ദിവ്യവും സ്വർഗീയമായ വിശ്വാസങ്ങളും ഭാഗ്യം ധൂമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണാവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ.
എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മൗത്വത്തിൻ്റെ നാഥനുമായ മെശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിൻ്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിൻ്റെ ദൈവത്വത്തിന് അനുയോജ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ ദൈവാദിദൈവമേ, കർത്താദികർത്താവേ, നിന്റെ തേജസ്സിൽ അഗ്നിമയന്മാർ പരിഭ്രമിക്കുകയും നിന്റെ ദർശനത്തിൽ ആത്മമയന്മാർ ചഞ്ചലപ്പെടുകയും ചെയ്യുന്നു. ന്യായാധിപതികളുടെ ന്യായാധിപതിയും അധികാരികളിൽ ഭീതിയുളവാക്കുന്നവനുമേ, തിരുമുമ്പാകെ ഞങ്ങൾ വന്ദിച്ച് നിന്റെ ദൈവത്വത്തോട് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രോപ്പേന്മാരുടെ സ്ഥാനത്ത് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുകയും നിന്റെ ദൈവത്വത്തിൻ്റെ വന്ധ്യരഹസ്യങ്ങളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുമുമ്പാകെയും ഈ വിശുദ്ധ ബലിപീഠത്തിൻ്റെ സന്നിധിയിലും വിശുദ്ധിയോടെ നിന്നുകൊണ്ട് നിന്റെ ആത്മീക മേശയിൽ വെടിപ്പോടെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹായെ അയച്ച് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞും ശുദ്ധീകരിക്കണമേ. നിർമ്മലവും പ്രീതികരവുമായ ബലികൾ നിനക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വെടിപ്പാക്കുകയും മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കുകയും സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങൾ അർഹരായി തീരണമേ. അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ ഹോശോ വബ്കുൽ സുബ്ഹാൻ ലവൽ മിൻ. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കുള്ളിൽ അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോണിലും നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനരും പാപികളുമായ ദാസരേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ പരിശുദ്ധനും പാപിയായ ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. അവൻ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളെ എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളുടെ മനസ്സിൽ തോന്നി അനുഗ്രഹിക്കുന്നവനുമാകുന്നു. ദിവ്യജ്ഞാനം ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ
സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശവും സത്യദൈവത്തിലുള്ള സജീവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിലുള്ള സമത്വമുള്ളവനും സർവസൃഷ്ടിയും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ കുർബാനയിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധകന്യകയിൽ നിന്നും ശരിയായ മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുള്ളായ റുഹായിലും കാതോലികവും സ്നേഹവും ഏകവും വിശുദ്ധമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തെ പുതിയ ജീവനുമായി നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതു താൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള കർത്താവിനും ഭാഗ്യ നാം തലവനിക്കണം. കർത്താവേ ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും
നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യം പരിശുദ്ധവുമായ കുർബാനയോ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സ്ഥലത്തിനെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ശുദ്ധൻ 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 സർവശക്തൻ യഹോവ. ശുദ്ധൻ 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 സർവശക്തൻ യഹോവ. തന്നോടെ മഹിമാവാൽ വാനും ഭൂവും സംപൂരിതമാം. ഹോശാന ഹോശാന വാരിടത്തിൽ. കർത്തൻ തൻ ദിവ്യനാമത്തിൽ വന്നോരീനി വരുവോൻ ധന്യൻ. ദൈവത്തിനു മഹത്വം വാനിടത്തിൽ. ദൈവത്തിനു മഹത്വം വാനിടത്തിൽ. പാപമില്ലാത്തവരായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി അവനൊറ്റ കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചതിന്റെ ശിഷ്യനായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും
ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്ത്. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തലിനെ ഏറ്റുപറയുന്നു, നിന്റെ നാമത്തിനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സവരക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടിയും നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവ്വശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ മക്കൾ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനേ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആർക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാനൂരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവനീ കസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യവിന് യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ സ്തേഫാനോസ് ത്രാപോലിത്തായ്ക്ക് വേണ്ടിയും ആബൂന്മാർ പക്കോമിയോസ് ത്രാപോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ഷമാശന്മാർ ദേറാക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭാവിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലേടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
ബാർക്കുമോർ വിശ്വാസം സത്യസ്ഥാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവം കേട്ട് സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിന് ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോ ശതമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യ കന്യകയും ദൈവമാതാവുമായ മറിയാമനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിയായെയും നിബീന്മാർ, സ്ലീഹന്മാർ, പ്രാസംഗർ, എവങ്കലിയോസ്തന്മാർ, സഹദന്മാർ, മാധ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോർ കുറ്റമില്ലാത്തതും സ്നേഹവും ഏകവുമായ സതവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മാൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാർക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരമായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ സ്വഭാവപ്രകാരം പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. സകലമരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സോടാകുകയും അറിവോട് അറിവോടാകുകയും തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പണികൾ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ.
ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനും ആയിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മഹോന്നതാദിവോ നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനെ നിൻ വാതിൽ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം കൂറിയേലൈസോ അലിവോടു ശിക്ഷിച്ചടിയാരേ ഹല്ലേലൂയ ഹരിശം നീക്കി കാക്കണമേ കൂറിയേലൈസോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും മതലുകളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിലെല്ലായ്പ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനെ എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശ്വാസങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിനും ഭാഗ്യ നാം തലവനിക്കണം. കർത്താവേ, അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതിൻ്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കുചേരുവാൻ തക്കവണ്ണം പാപത്തിൻ്റെ എല്ലാ പൈശാചിക ബലങ്ങളിൽ നിന്നും
ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്തതും ഉണ്മയായതും ആദ്യമില്ലാത്തതും അനിക്കത്തക്കതും സരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലിത്തന്ന താതരയോർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടു ഒന്നിച്ചേകും അവർക്കാശ്വാസം പുത്രൻ ദൈവം മുറിയോരാഹെ മാലയിലോ ആദാരേ. നിന്നാൽ സ്തുതിയോടു രാജമകൾ നിൻ വലഭാഗേ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാ. ബോലബ്രോവൽ റൂഹോ കാദീശോ മെൻപോലം ആദാമിൽ പോലം വൽമീനാമി. പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോ ഏകസുതൻ തൃക്കരങ്ങളിൽ അലിവാർത്തൻ ഭക്തരപേക്ഷയാണ് തീണം. സൗമൻ കാലസ്കുരിയിലായിസോ വാഴ്വായി തീരണമേ മറിയാമിന്നോർമ്മ. അവൾ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാവിനു കോട്ട. ബാരയ്ക്കുമോ
ദൈവാമികന്യാമറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു. മുറിയോരാകെ മാലയിലോ ആധാരേ. ഓരാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വഴികളെയും മായ്ച്ചിടേണം. ദേവാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലുയ്യ. വളരും അവൻ ലബനോൻ കാരകിൽ പോൽ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാർക്കുമോ. ശുഭഹോലാബോലബുറോവൽ റൂഹോ കാദീശോ. മെൻമൂലം വാദാമിൽ മൂലം വൽമീനാമി. ഒരു പോലിംഗും ഓർത്തോമാസ്ലിഹ. വാനിലും അതുപോൽ നിന്നോർമ്മ. ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ. സൗമൻ കാലസ്കുറിയേറായിസോ. പ്രാർത്ഥനയിൻ സമയമീതല്ലോ ഓ മോര്യൗസേഫ്. പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോൽ കൈവാഴ്ത്തേണം. പാർക്കുമോ നിന്നെ വരിച്ചൊരു താതന്നും ഓമാര്യോസേ. നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടിച്ചൂടിക്കുന്ന റൂഹാവന്യൻ. നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാഹി ആലയിലോ ആധാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാം. നാം ശബ്ദമുയർത്തി പറയണം. പിതാവുപുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറകളെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവർ ഞങ്ങളുടെ പുനരുദ്ധാനത്തിൽ ഞങ്ങളുടെ വർഗത്തിൽ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവും ദൈവവും അദൃശ്യമായ എന്നിട്ട് വലത്ത് കഴിഞ്ഞിട്ട് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ആത്മധൈര്യത്തിനുമായി എന്നിട്ട് വിലയേറിയത് ശരീര രക്തങ്ങളെ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടാകട്ടെ.
ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്ന എല്ലാവരും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ടു ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്നത് ഈ കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ആമീൻ. പട്ടക്കാരോടു കർത്താവിവരെ നിയമിച്ചാക്കി ഭൂമിയതിങ്കൽ പക്കലിറങ്ങി വരാനായി ആത്മാവീനെ നിന്നു വിളിച്ചിടും നഗമേ നൽ ശരണത്താലേ
ഏവം മേശയിലാദാമ്യർക്കായി ഭാഗിക്കുന്നു. ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിലിവിടെ, കൈകളിലാദാം മക്കളെടുത്ത ഘോഷിക്കുന്നു. പട്ടുധരിച്ചവനൊപ്പം നിന്നിഹ വേണ്ടും മേൽപ്പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു. സ്തുതി ദൈവത്തിനുയരത്തിൽ, തന്മാതാവിൻ ഉന്നതിയും മഹിമാമോടി സഹദീന്മാർക്കും മൃതരിൽ കരുണയും ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പിടിപ്രദമായ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്കും പ്രതികാരത്തിനുമായി തീരരുത്. ഇനി ഞങ്ങളെല്ലാവരുടെയും നിത്യജീവന രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതതന്നുയർപ്പും നീ തന്നെ. കർത്താവേ, ദൈവികമായ നിന്റെ വിരുന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിനും ഭാഗ്യനാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുനാമങ്ങൾ തലവനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. വാരേക്കുമോ എൻ ദൈവമേ, എൻ ദൈവമേ, പരമോന്നതനേ, സ്ഫടികരദസ്ഥ നീയൊരുവൻ താൻ മരണവിഹീനൻ യേശു ക്രിസ്തു ഇത്തിരുബലി നീ കൈക്കൊള്ളണമേ. യോബുസുമലമേ
ദാവീദരജൻ അർപ്പിച്ചതുപോൽ ശുഭചിഹ്നം താൻ സ്ലീബാ വിജയക്കൊടിതാ സ്ലീബാ നമ്മെ രക്ഷിച്ചിടും സ്ലീബായിൽ പുകഴും സഹോദരങ്ങളും വാത്സല്യഭാജനമേ കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹത്തോടെ യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ ക്രമയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവേൻ. ദുരസ്ഥ സമീപസ്ഥ മരിച്ചവരെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ ജയമുള്ള ശ്രീബായാൽ റശ്മിയാൽ അനുഗ്രഹമേ ഈ ത്രിത്വത്തിൽ പരിഹരിക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ബലഹീന പാപികളുമായ ദാസന്മാരാകുന്നു. നിങ്ങൾ പ്രാർത്ഥനകളാൽ തന്നെ അനുഗ്രഹ സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച സമാധാനത്തോടെ പോകുവിൻ എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ആമീൻ. കർത്താവ്